വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ ജെൻഡർ ബയാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ജെൻഡർ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ജെൻഡർ ഈസ് പ്രിഫേർഡ് ഓവർ അനദർ. ഒരു ജെൻഡറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ മേന്മ മറ്റൊരു ജെൻഡറിന് കൊടുക്കുക. അതാണ് ജെൻഡർ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. ഇനി നമുക്ക് ജെൻഡർ ബയാസിൻ്റെ ഒരു കാലാകാലങ്ങളിലുള്ളൊരു വ്യത്യാസം നോക്കി വരാം. ആദ്യമായിട്ട് ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പീരീഡിൽ സ്ത്രീകളെ ദേവതമാരായിട്ടും ഗോഡസ് ആയിട്ടും നമുക്ക് കരുതിയിരുന്നു. പക്ഷേ രാജ്യസഭകളിലൊക്കെ സ്ത്രീകൾ എന്തായിരുന്നു, ആ ഒരു സഭ ഒഴിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു മിയർ വസ്തുക്കളായിട്ടാണ് അന്നത്തെ രാജാക്കന്മാർ പലരും കരുതിയിരുന്നത്. അപ്പം എന്താണ്, ആ ഒരു സ്റ്റേജിൽ തന്നെ എന്തുണ്ടായിരുന്നു, ഒരു ഇനിക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, സ്ത്രീകൾ കുറക്കെ സംസാരിക്കുവാനായിട്ടുള്ള അവകാശവും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പ്രീ വേദിക് പീരീഡ് വന്നപ്പോൾ പ്രീ വേദിക്കിലും വേദിക്കിലും സ്ത്രീകൾക്ക് ഒരു ഹൈ സ്റ്റാറ്റസ് കൊടുത്തിരുന്നു. അങ്ങനെ ഓർത്ത് വയ്ക്കുക. പ്രീ വേദിക്കിൽ എന്തായിരുന്നു, പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ഫാമിലി എന്നും അതേപോലെ തന്നെ ഈ വേദാസിലൊക്കെ ഋഗ്വേദസിലൊക്കെ സ്ത്രീകൾക്കൊരു ഹൈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് അവർക്ക് കൊടുത്തിരുന്നു. ഇനി വേദിക് ഏജിലേക്ക് വരുമ്പം ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ആൺകുട്ടികൾ ജനിക്കുന്നതായിരുന്നു അവർക്ക് സന്തോഷം. എന്നിരുന്നാലും അർദ്ധനാരീശ്വര സങ്കല്പവും അതേപോലെ തന്നെ സഹധർമ്മിണി, അതെന്താണത്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫാമിലി, അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ നിലനിന്നത് വേദിക് ഏജിലാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വേദിക് ഏജിലെ വുമൺ വെയർ ലേൺഡ് ആൻഡ് ഹൈലി കൾച്ചേർഡ് ആയിരുന്നു ആ കാലത്തെ വുമൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലുള്ള ഇനിക്വാളിറ്റി അവിടെയൊന്നും എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. ഇനി ദ്രവീഡിയൻ പീരീഡിലേക്ക് വരുമ്പോൾ വുമൺ വെയർ നോട്ട് ഈക്വലി ട്രീറ്റഡ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമതായിട്ട് അവർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഒരു നിശബ്ദ സാന്നിധ്യമായിട്ടായിരുന്നു കൂടുതലായും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ വേദാസ് പഠിച്ചിരുന്നു പ്രീ വേദിക്കിലും വേദിക്കിലും. പക്ഷേ ദ്രവീഡിയൻ പീരീഡിലേക്ക് വന്നപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു വേദാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കുറഞ്ഞു. ദേ വെർ ജസ്റ്റ് പുഷ്ഡ് ടു ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ചെയ്യുവാനായിട്ട് അവർ നിർബന്ധിതരായി. ഇനി ദ്രവീഡിയൻ പീരീഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആര്യൻസ്. മെയിലായിട്ടുള്ള ആര്യൻസ് ആരെ കല്യാണം കഴിച്ചു, നോൺ ആര്യൻ വുമൺസിനെ കല്യാണം കഴിച്ചു. അപ്പം നോൺ ആര്യൻസ് കൂടുതലും ബ്ലാക്ക് ഇൻ കളറായിരുന്നു. അവിടെ തന്നെ ഒരു ഇൻഇക്വാളിറ്റി തുടങ്ങി. അപ്പം അവർക്ക് എന്താ പറയുന്നത്, അന്ന് വരെയുള്ള ഒരു ഫാമിലിയിലെ പൊസിഷനും എല്ലാം നഷ്ടപ്പെട്ടു. ഒരു അൺക്വസ്റ്റ്യനബിൾ ഒബീഡിയൻസ്, ബ്ലൈൻഡ് ഒബീഡിയൻസിലേക്ക് സ്ത്രീകളെ തള്ളിവിട്ടു. എന്നിരുന്നാലും അപ്പർ ക്ലാസ് വുമണ് അക്കാലഘട്ടത്തിലും ദേ എൻജോയ്ഡ് ഗ്രേറ്റ് ഫ്രീഡം, അപ്പർ ക്ലാസ് വുമൺ. പക്ഷേ ഈ നോൺ ആര്യൻ വുമൺസിന് ഇനിക്വാളിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡ്യൂറിങ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സമയത്തുള്ള സ്ത്രീകളുടെ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ അവസ്ഥയൊക്കെയാണ് ഇനി പറയുന്നത്. സതി ആ കാലഘട്ടത്തിലാണ് അബോളിഷ് ചെയ്തത്. അതേപോലെ തന്നെ വുമൺ വെയർ നോട്ട് ഈക്വലി ട്രീറ്റഡ്, ആ കാലഘട്ടത്തിലും വുമൺ വെയർ നോട്ട് ഈക്വലി ട്രീറ്റഡ്. ഇനി നമുക്ക് കുറച്ച് ആ സമയത്തുണ്ടായിരുന്ന ലോസ് പറയാം. സതി അബോളിഷ് ചെയ്തത് 1829 അതേപോലെ തന്നെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856 നല്ലൊരു നീക്കമായിരുന്നു, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. അതേപോലെ തന്നെ ചൈൽഡ് റെസ്ട്രിക്റ്റ് ആക്ട് 1929, അതേപോലെ വുമൺ പ്രോപ്പർട്ടി ആക്ട് 1937, ഹിന്ദു മാരേജ് ആക്ട് 1955. ഇതെല്ലാം വുമൺസിന് അനുകൂലമായിട്ടുള്ള, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ആക്റ്റുകളായിരുന്നു. അതേപോലെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. ഇത്രയും ആക്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില സ്റ്റേറ്റ്സിലൊക്കെ ഫീമെയിൽ ഫീറ്റിസൈഡും അതേപോലെ തന്നെ ഇനിക്വാളിറ്റീസും നിലനിന്നു കൂടിക്കൂടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് മോഡേൺ പീരീഡിലുള്ള കാര്യം പറയാം. മോഡേൺ പീരീഡിൽ എന്തായിരുന്നു, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി സിവിലൈസ്ഡ് എന്ന് പറയാൻ പറ്റുന്നത് അവിടുത്തെ വുമണിന് ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുത്തെങ്കിലും മാത്രമേ സിവിലൈസ്ഡ് എന്നൊരവസ്ഥയിലേക്ക് മോഡേൺ പീരീഡിലെത്തി. അതേപോലെ തന്നെ ലോസ് വെയർ മെയ്ഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, അതായത് ആൺപെൺ ഭേദമില്ലാതെയാണ് പല ലോസും, ആ കാലഘട്ടത്തിലെ പല ലോസും വന്നത്. ഇനി പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് എന്താണ്, വുമൺസ് ഓഫൺ ഒക്കുപ്പൈഡ് ഹൈ റാങ്ക്സ്. ഇനി IAS ആയിക്കൊള്ളട്ടെ, IPS ആയിക്കൊള്ളട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് വരെ സ്ത്രീകളായ ഒരു സമയമാണ് ഇപ്പം ഈ ഒരു മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിക്വാളിറ്റിയുടെ ഇല്ലെന്നല്ല,
ഒത്തിരി അധികം കുറഞ്ഞു. ഇനി ജെൻഡർ ഇനിക്വാളിറ്റിയുടെ റീസൺസ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. പോവർട്ടി ഉണ്ട്, ഇലിട്രസി ഉണ്ട്, പാട്രിയാർക്കിയൽ സെറ്റപ്പ് ഉണ്ട്. അതായത് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ആൻഡ് ഫാമിലിയാണ് പാട്രിയാർക്കിയൽ. ഇവിടുത്തെ കുഴപ്പം എന്താണ്? പോവർട്ടി വന്നു, അല്ലെങ്കിൽ ഇലിട്രസി വരുമ്പോഴത്തേക്ക് എന്താണ് ഈ ഫാമിലീസ് ചെയ്യാറുള്ളത്? മെയിലിനെ പഠിക്കാനോ നല്ല ജോലിക്കോ വിടും, സ്ത്രീകളുടെ പഠിപ്പ് അവിടെ വെച്ച് നിർത്തും. ഇതായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. ഇനി എക്കണോമിക് ഫീൽഡിലെ ഇനിക്വാളിറ്റീസ് ആണ് അടുത്ത പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും എക്സാമ്പിൾസ് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേസിൽ ഓരോ ഫീൽഡ്സിലെയും ഇനിക്വാളിറ്റീസ് ചോദിക്കാം. അപ്പം എക്കണോമിക് ഇനിക്വാളിറ്റിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായിട്ടുള്ള വേജ് ഇക്കാലഘട്ടത്തിന് കൊടുക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെ ബാങ്ക് ലോൺസിൻ്റെ കേസ് വരുമ്പം സ്ത്രീകളുടെ പേരിലുള്ള അസറ്റ്സ് കുറവാണ്, മിക്കതും മെന്നിൻ്റെ പേരിൽ. അപ്പോൾ കൊളാട്രൽ പൊതുവേ കുറവാണ്. മോസ്റ്റ് അസറ്റ്സ് ആർ ഓൺഡ് ബൈ മെൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു ഓൺടർപ്രണർഷിപ്പ് റോൾസിലേക്ക് വുമൻസ് കടന്നു വരുന്നത് വളരെ കുറവാണ്. ഇപ്പം ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ 50-60 ഹൈ പ്രൊഫൈൽ ഓൺടർപ്രണേഴ്സ് ഉള്ളപ്പോൾ 1-2 വുമൻസ് ആയിരിക്കും ഹൈ പ്രൊഫൈലായിട്ട് നിൽക്കുന്നത്. ചെറിയ തോതുകളിൽ സ്ത്രീകൾ ഉയർന്നു വരുന്നുണ്ട്, എന്നിരുന്നാലും അവരുടെ എണ്ണം ഇപ്പോഴും കുറവാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എഡ്യൂക്കേഷണൽ ഇനിക്വാളിറ്റീസ്. ഇൻ റൂറൽ ഇന്ത്യാസ് ഗേൾസ് ആർ ലെസ് എഡ്യൂക്കേറ്റഡ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ഗേൾസിന് അല്ലെങ്കിൽ ഗേൾ ചൈൽഡിന് എഡ്യൂക്കേഷൻ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഫാമിലി സൈസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ആർക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നിയമങ്ങൾ പോവുക? ഫീമെയിൽ എഡ്യൂക്കേഷൻ എഗൻസ്റ്റ് ആയിട്ടാണ് വീട്ടുകാരത് ഡിസൈഡ് ചെയ്യുക. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? പേടി കാരണവും കുട്ടികളെ ദൂരത്തേക്ക് പഠിക്കുവാനായിട്ട് വിടാതിരിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികളെ പേടി കാരണവും ദൂരത്തേക്ക് പഠിക്കാൻ വിടാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വിടാതെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ത്രീകളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ബിലോങ്സ് ടു ഹസ്ബൻഡ്സ് ഹൗസ് എന്നൊരു പൊതുരീതി കൂടെ മിക്ക വീടുകളിലും ഉണ്ട്. ഇനി അവസാനമായിട്ട് ഹെൽത്ത് ആൻഡ് സർവൈവൽ ഇനിക്വാളിറ്റീസ്. അവിടെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ഫീറ്റിസൈഡ് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ നോക്കാം. അപ്പോൾ നമുക്കതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ലോസ്, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി എടുത്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രോജക്ട്സും ഒക്കെയാണ്. അപ്പം നമുക്ക് ഒന്നാമതായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പം നമ്മൾ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ എംപവർമെൻറ്റും ഗേൾസുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് മലാല ഫണ്ട് ഉണ്ട്. മലാല ഫണ്ട് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ ഫൈറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് മലാല ഫണ്ട് എന്ന് പറയുന്നത്. മലാല യൂസഫ്സയാണ് അത് ഫൗണ്ട് ചെയ്തത് 2013 അപ്പം അതിൻ്റെ മെയിൻ ഗോൾ എന്തായിരുന്നു? ടു എൻഷ്യൂർ 12 years ഓഫ് ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ എവരി ഗേൾ ചൈൽഡ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ആക്ട്സ് ഫോർ വുമൺ എംപവർമെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം. ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ കുറേയധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് 1860. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, മെറ്റേണിറ്റി ബെനഫിറ്റ് ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, എം ടി പി അറിയാലോ, അബോർഷൻ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്ട്. അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട്. പിന്നെ ഇപ്പം അടുത്തായിട്ട് കോൺട്രാക്റ്റിൽ ഇപ്പം ഏറ്റവും അടുത്ത് വന്നൊരു ലോ ആണ്, കോൺട്രാക്റ്റിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും മെറ്റേണിറ്റി ലീവ്സ് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ്സ് കൊടുക്കണമെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. അത് വേണമെങ്കിലും കോട്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തായിട്ട് പ്രോഗ്രാംസ് ഓർ സ്കീംസ് ഫോർ വുമൺ എംപവർമെൻറ്റ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമുണ്ട്. അതേപോലെ തന്നെ വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീമുണ്ട്, വുമൺ ഹെൽപ്പ് ലൈൻ സ്കീമുണ്ട്, ഉജ്വല ഉണ്ട്. അതേപോലെ തന്നെ വർക്കിംഗ് വുമൺ ഹോസ്റ്റൽസ് ഉണ്ട്. ആക്ച്വലി വർക്കിംഗ് വുമൺ ഹോസ്റ്റൽസ് 1972-73 കാലഘട്ടത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വീണ്ടും അമെൻഡ് ചെയ്ത് ലോഞ്ച് ചെയ്തത്
ഈ 2017 ഇനി അതേപോലെ തന്നെ രാജീവ് ഗാന്ധി നാഷണൽ ക്രഷ് സ്കീം ഫോർ ചിൽഡ്രൻ ഓഫ് വർക്കിംഗ് മദേഴ്സ്, സ്വാതർ സ്കീമുണ്ട്. സ്വാതർ സ്കീം എന്താണ്? എ സ്കീം ഫോർ വുമൺ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. അത് ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്, അപ്പം അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നാരി ശക്തി പുരസ്കാർ 1999 രാഷ്ട്രീയ മഹിളാ കോഷുണ്ട് 1993, സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡുണ്ട് 1953, മഹിളാ ഹി ഹാത്ത് ഉണ്ട് 2016 വന്നതാണ്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ്, അത് 1982 അപ്പം ഇത്രയുമൊക്കെയാണ് വുമൺസിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട NGOസും അവർക്ക് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പീസ് എഡ്യൂക്കേഷനാണ്. അപ്പം പീസ് എഡ്യൂക്കേഷൻ എന്താണ്, ഡെഫിനിഷൻ എന്താണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ് വാല്യൂസ്, നോളജ് ആൻഡ് ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് ബിഹേവിയർ ടു ലിവ് ഇൻ ഹാർമണി വിത്ത് അതർ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പം മറ്റുള്ളവരുമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയറൊക്കെ അക്വയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് പീസ് എഡ്യൂക്കേഷൻ. അപ്പം ഈ പീസ് എഡ്യൂക്കേഷൻ വന്ന വഴി എന്ന് പറഞ്ഞുതരാം. വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മരിയ മോണ്ടിസോറി പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. ഒന്ന്, നമ്മൾ ഈ വാറിനായിട്ട് എപ്പോഴും നമ്മൾ കുട്ടികളെ സജ്ജരാക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നോൺ വയലൻസിനായിട്ട് അല്ലെങ്കിൽ പീസ് പുലർത്തുവാനായിട്ട്, സമാധാനം പുലർത്തുവാനായിട്ട് കുട്ടികൾക്ക് യാതൊരുവിധ എഡ്യൂക്കേഷനും നൽകുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു തോട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് മരിയ മോണ്ടിസോറി എന്തിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത്? പീസ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. മരിയ മോണ്ടിസോറി പറഞ്ഞ വാക്കിതായിരുന്നു, വയലൻസ് ഡിസ്ട്രോയ്സ് ദി മോറൽ പെർസെപ്ഷൻ ഇൻഹെറിറ്റഡ് ഇൻ മാൻ ഈസ് ഇൻട്രിൻസിക്കലി പ്യുവർ ബൈ നേച്ചർ. എന്താണത്? എല്ലാ കുട്ടികളും എന്താണ്? നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. സാഹചര്യങ്ങളാണ് അവനെ പലതും ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിഷ്കളങ്കത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആര് പറഞ്ഞത്? മരിയ മോണ്ടിസോറി പറഞ്ഞ് വെച്ചത്. അപ്പം നമുക്കിനി അടുത്ത സ്കൂളിൽ എങ്ങനെ പീസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ സ്കൂളിൽ എങ്ങനെ പീസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമതായിട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇപ്പം സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, ടീച്ചർ റിലേഷൻഷിപ്പ്, ഇതെല്ലാം എൻഹാൻസ് ചെയ്ത് ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് കുട്ടികൾക്കൊരു എന്താ പറയുന്നത്, ഒരു ഏറ്റവും നല്ല എഡ്യൂക്കേഷനായിട്ട് മാറാവുന്നത് ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. മൂന്നാമതായിട്ട് ഇൻട്രാക്റ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികളിലേക്ക് നല്ല നല്ല മോറൽ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് സ്കൂൾ പാർലമെൻറ്റും JRC പോലുള്ള സംഭവങ്ങളൊക്കെ രൂപീകരിക്കാം. അപ്പോൾ ഇത്രയുമാണ് പീസ് എഡ്യൂക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്കിനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും. അപ്പം റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കുറേയധികം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ടു അബൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ദി ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദി നാഷണൽ ആന്തത്തെ ബഹുമാനിക്കേണ്ട ആവശ്യകതയുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റെസ്പെക്ട് ദി നാഷണൽ ഫ്ലാഗ് ആസ് വെൽ, ടു ചെറിഷ് ആൻഡ് ഫോളോ ദി നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം നാഷണൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതുകൂടെ ഓർത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പോയിൻറ്റ്സ് എഴുതിയെടുക്കുക. കുറേയധികം പേർക്ക് നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം ഇതുകൂടെ നോക്കി വെച്ചേക്കുക. താങ്ക് യു.